ഹലോ മക്കളെ, അപ്പൊ നമുക്ക് നോക്കാം. ക്യാരക്ടർ സ്കെച്ച് ഇല്ലടാ, ക്യാരക്ടർ സ്കെച്ച് ചെയ്താലുള്ള ഒരു കോമൺ ഫോർമാറ്റ് ഉണ്ട്. ഈ ഒരു ഫോർമാറ്റ് മതി നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ചെയ്താൽ. എന്തൊക്കെയാണ് ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്ന സമയം ശ്രദ്ധിക്കേണ്ടത്? ഡിസ്ക്രൈബ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ക്യാരക്ടർ. ആ ക്യാരക്ടറിന്റെ ചാപ്റ്ററിലെ റോൾ എന്താണ്? മെയിൻ ക്യാരക്ടർ ആണോ അല്ലേ, അല്ലെങ്കിൽ ഇതിൽ എത്രത്തോളം ആ ക്യാരക്ടറിന്റെ ഡെപ്ത് ഉണ്ട് എന്നൊക്കെ പറയുന്ന അത് മനസ്സിലാക്കി വെക്കുക. ഡിസ്ക്രൈബ് ദ ക്യാരക്ടേഴ്സ് ഫിസിക് അപ്പിയറൻസ് അല്ലേ, ഫിസിക് അല്ലെങ്കിൽ പറ അപ്പിയറൻസ്. എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിന്റെ രൂപം എങ്ങനെയാണ് കഥയിൽ വിവരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, അത് നമുക്ക് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഫിസിക്കലി ഫാറ്റ് ആണ്, സ്ലിം ആണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ലേ, അതെങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും. ഡിസ്ക്രൈബ് ദ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ട്രേറ്റ്സ് ലൈക്ക് മാനേഴ്സ്, ബിഹേവിയർ. അദ്ദേഹത്തിന്റെ മാനേഴ്സ് അല്ലെങ്കിൽ ബിഹേവിയർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, കൈൻഡ് ആണോ അല്ലെങ്കിൽ ഭയങ്കര അരഗന്റ് ആണോ എന്ന് പറയുന്ന പോയിന്റ് ഒക്കെ ഉണ്ടാവില്ലേ, അത് എഴുതി കൊടുക്കാൻ പറ്റും. ദെൻ ക്യാരക്ടേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരക്ടർ സ്കെച്ചിൽ എഴുതാൻ പറ്റും കേട്ടോ മക്കളെ. അപ്പൊ നോക്കിക്കോളൂ, ചിന്തിക്കണേ. ക്യാരക്ടർ സ്കെച്ച് ചെയ്താൽ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഡേഷ് ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ. ഇപ്പൊ നമുക്കൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റോബർട്ട് ബാൾഡ്വിനോ അല്ലെങ്കിൽ അജിത്തോ നൊമിതെ, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് ഉണ്ടാവില്ലേ. അങ്ങനെ ക്യാരക്ടേഴ്സിന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം അല്ലേ ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ്. ആ ചാപ്റ്ററിന്റെ പേരുണ്ടാവില്ലേ, ചാപ്റ്ററിന്റെ പേര് ഇവിടെ എഴുതി കൊടുക്കുക. ആരാണോ എഴുതിയിട്ടുള്ളത്, ബൈ ദ ഫേമസ് റൈറ്റർ, ആ എഴുത്തുകാരന്റെ പേരോടെ എഴുതി കൊടുക്കുക. ദെൻ ഹി കംസ് ഫ്രം, അദ്ദേഹം വരുന്നത് എവിടുന്നാണോ, ഒരു പുവർ ഫാമിലി നിന്നാണോ റിച്ച് ഫാമിലി എന്നാണെങ്കിൽ അങ്ങനെ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. ഹി ഹാസ്, അദ്ദേഹത്തിന് ഉണ്ട് അല്ലേ. റോബർട്ട് ബാൾഡ്വിൻ ആണെങ്കിൽ ഒരു ഫാമിലി, ഒരു സ്മോൾ ഫാമിലി ആണ്, അതിൽ ഇത്ര മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തൂടെ. ദെൻ അജിത്ത് വരുന്നത് എവിടുന്നാണ്, റിച്ച് ഫാമിലി എന്നാണ്. നൊമിത വരുന്നത് എവിടുന്നാണ്, ഒരു പുവർ ഫാമിലി. അങ്ങനെ കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കേട്ടോ. ഹി ഹാസ്, അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ നോക്കൂ, ബാൾഡ്വിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അജിത്തിന് ആരൊക്കെ ഉണ്ടെന്നത് വലിയ ഫാമിലി പെട്ടതാണ് അല്ലെ. പിന്നെ നൊമിതക്ക് ഒരു അമ്മ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പറയാൻ പറ്റും, ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ദെൻ നോക്കോ, ഹി ലുക്സ് ലൈക്ക്, അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് തോന്നിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടാവില്ലേ, ആ ലുക്ക് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഹിസ് പേഴ്സണാലിറ്റി അല്ലെ, പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നുള്ള നമുക്ക് കൊടുക്കാൻ പറ്റും. അജിത്ത് എങ്ങനെയാണ് അല്ലെങ്കിൽ നൊമിത എങ്ങനെയാണ്, ബാൾഡ്വിൻ എങ്ങനെയാണെന്ന് പറയുന്നത് ആ പേഴ്സണാലിറ്റി കൊടുക്കാൻ പറ്റും. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അല്ലെ, സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താന്നൊക്കെ പറയുന്ന കുറച്ച് പോയിന്റ് ഉണ്ടാവില്ലേ, അത് ഇവിടെ എഴുതി കൊടുക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, പെണ്ണാണെങ്കിൽ ഹീക്ക് പകരം എന്തായിരിക്കും കൊടുക്കണം, പറ ഷീ ആക്കി കൊടുക്കണം കേട്ടോ. ഹി ഹാസ് ബീൻ നരേറ്റഡ് ഇൻ ദി സ്റ്റോറി, ഈ കഥയിൽ അദ്ദേഹത്തെ നരേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സ്റ്റോറിക്ക് പകരം വൺ ആക്ട് പ്ലേ ആണെങ്കിൽ അവിടെ വൺ ആക്ട് പ്ലേ എന്നാക്കി കൊടുക്കണം കേട്ടോ. എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് പറ, ചിലപ്പോ എക്സാമ്പിൾ ഓഫ് ട്രൂത്ത് ആണ് അല്ലെങ്കിൽ അരഗന്റ് ആണ് എന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കാൻ പറ്റുട്ടോ. ഹി ഈസ് എ പേഴ്സൺ ഹാവിംഗ് ഡ്രീംസ്, അദ്ദേഹം പറ ഒരു വ്യക്തിയാണ് ഹാവിംഗ് ഡ്രീംസ്, ഒരുപാട് സ്വപ്നങ്ങളുള്ള. അത് നമുക്ക് എല്ലാത്തിനും കൊടുക്കാൻ പറ്റും. കാര്യം എന്താ മക്കളെ, എല്ലാ വ്യക്തികൾക്കും ഒരു സ്വപ്നം ഉണ്ട് കേട്ടോ. നോക്കിക്കോ, ഹിസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും കേട്ടോ. ഹിസ് വേർഡ്സ് ആർ ഫേമസ് അല്ലെ, അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താണ്, വളരെ ഫേമസ് ആണ്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ വാക്കുകളൊക്കെ എന്താണ് പറ, വളരെ ഫേമസ് ആണ്. നോക്കൂ, ഹിസ് റോൾ മേക്സ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ റീഡേഴ്സ് മൈൻഡ്, വായനക്കാരുടെ മൈൻഡിൽ അദ്ദേഹത്തിന്റെ റോൾ വല്ലാത്തൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ദ ഓഥർ പോർട്രേഡ് ദ ക്യാരക്ടർ ഇൻ എ ബ്യൂട്ടിഫുൾ മാനർ എന്ന് പറയുന്ന ഈ ഒരു സാധനം നമ്മൾ എഴുതി കൊടുത്താൽ ഒരു കോമൺ നമുക്കൊരു ഫോർമാറ്റ് എന്തിനു കിട്ടും, ഈ ക്യാരക്ടർ സ്കെച്ചിന് കിട്ടും. റെഡി അല്ലേ മക്കളെ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി കോമൺ ഫോർമാറ്റ് ഓഫ് ക്യാരക്ടർ സ്കെച്ച് കേട്ടോ. എഴുതി കൊടുക്കുക, എല്ലാത്തിനും എഴുതി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് കേട്ടോ. താങ്ക് യു വെരി മച്ച്.